ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിക്കൊണ്ട് എന്താണ് മാർക്കറ്റിങ്ങും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, മാർക്കറ്റിങ്ങിൻ്റെ വാല്യൂസ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് കസ്റ്റമേഴ്സുമായിട്ട് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്നുള്ളതാണ്. ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ്. സോ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകൾ ഒരു 20 അല്ലാന്നുണ്ടെങ്കിൽ 5 വർഷം മുമ്പുള്ള പോലെയല്ല ഇന്നുള്ളത്. 25 വർഷം മുമ്പുള്ള രീതിയിലല്ല ഇന്നത്തെ മാർക്കറ്റ് ഉള്ളത്. 25 വർഷം മുമ്പ് നമ്മുടെ മാർക്കറ്റുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇത്രത്തോളം അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് തന്നെ നമ്മൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് അതുപോലെയല്ല ഇന്നത്തെ കാലത്തുള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഇ കൊമേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തായിക്കൊണ്ടേ ഇരിക്കുകയാണ്, ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാർക്കറ്റ് പ്ലേസ് എന്താണ്? മാർക്കറ്റ് പ്ലേസ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ചേഞ്ചുകൾക്ക്, മാർക്കറ്റിൽ വരുന്ന ചേഞ്ചുകളോട് കൃത്യമായി പെട്ടെന്ന് പോസിറ്റീവ് രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ അവർക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർക്ക് വിറ്റുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചേഞ്ചുകളോട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ചേഞ്ചുകൾ പെട്ടെന്ന് മനസ്സിലാക്കണം, അതിനനുസരിച്ചുള്ള ടാക്ടിക്സ് ഉണ്ടാക്കണം, അതിനനുസരിച്ച് എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. സോ മാർക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ നിലനിന്ന് പോവില്ല. ഇന്ന് എങ്ങനെയാണോ അതുപോലെ ആവില്ല 10 വർഷം കഴിഞ്ഞാൽ. കാരണം ലോകം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാർക്കറ്റിലും കാണും. മാർക്കറ്റ് മീൻസ് നമ്മുടെ നാട്ടിലുള്ള ഈ ചെറിയ മാർക്കറ്റല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തമായിട്ടുള്ള മാർക്കറ്റുകൾ. ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സ്ഥാപനങ്ങളെയും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾക്ക് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് സ്ഥാപനം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. സോ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്? കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്താണ്, ഒരു 25 വർഷം മുമ്പുള്ള മാർക്കറ്റ് അല്ല ഇന്നുള്ളത്. ഭയങ്കര ക്വയറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾക്ക് ഇന്നുള്ളത്. ഇത് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആണ്. അതായത് ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് എങ്ങനെയാണ്, എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, എന്താണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിംഗിന്റെ ഒരു സവിശേഷത എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ്, പുതിയ മാർക്കറ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 14ഓളം പോയിന്റ്സ് ആണ്, 14ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരിക്കലും പഴയ പോലെയല്ല, കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ആ ചേഞ്ചസ് എന്തെല്ലാമാണ് ഇന്നുള്ള ചേഞ്ചസ്, എന്താണ് ഇന്നത്തെ മാർക്കറ്റ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. നമ്മൾക്കറിയാം ഇന്നത്തെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് എന്താണ്? മാർക്കറ്റിനെ ഒരു പുതിയ തരത്തിലോട്ട് മാറ്റുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ഫോഴ്സ് ആണ്. ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 25 വർഷം മുമ്പുള്ള ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്നത്തെ കമ്പനികളോ അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിലൊന്നും യൂസ് ചെയ്യുന്നത്. ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് ലോകത്ത് എന്ത് വന്നു? ഇൻഫോർമേഷൻ ഏജ് വന്നു. ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് മാറി. നമ്മൾക്ക് തന്നെ അറിയാം, ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, ഇന്റർനെറ്റ് വന്നതിന് ശേഷം നമ്മൾ എങ്ങനെയായിരുന്നു. നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾക്ക് ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആവശ്യം വരികയാണ്, പിന്നെ അറിയേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇന്റർനെറ്റിലൂടെ.
നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ കഴിയും. പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സിന് എന്ത് ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്യുക, ഇന്റർനെറ്റിലൂടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ കഴിയും. പരസ്യങ്ങളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും മെയിലായിട്ടും മറ്റൊക്കെ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിലോട്ട് കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ എന്താണ്, കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് വേസ്റ്റേജുകളൊക്കെ കുറച്ചിട്ടുള്ള ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, റിസോഴ്സുകളുടെ ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ കഴിയുന്ന രീതിയിലോട്ടുള്ള ടെക്നോളജികളൊക്കെ എന്ത് ചെയ്തു, ഉണ്ടായിട്ട് വന്നു. അതേപോലെ തന്നെ ഇന്റർനെറ്റിന്റെ വളർച്ചയും. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെയിൽസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാനൽ ആയിക്കൊണ്ട് തന്നെ ഇന്റർനെറ്റ് എന്ത് ചെയ്തു, മാറി. കസ്റ്റമേഴ്സിലോട്ട് ഇൻഫർമേഷൻസ് കൊടുക്കാനും പ്രോസ്പെക്റ്റുകൾ കൊടുക്കാനും കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വ്യൂ അറിയാനും, അതായത് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിന്റെ വ്യൂ അറിയാനൊക്കെ ഇന്റർനെറ്റ് എന്ത് ചെയ്തു, ഉപയോഗിച്ചു വന്നു. സോ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് മാർക്കറ്റിനെ തന്നെ മൊത്തമായിട്ട് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. സോ അങ്ങനെയുള്ള ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നിലവിൽ എന്തുള്ളത്, ലോകത്ത് ഉള്ളത്. അതാണ് നെറ്റ്വർക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മാർക്കറ്റിംഗ് റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ആണ്. നമ്മൾക്കറിയാം, നമ്മൾക്കിപ്പോ ലോകത്തുള്ള ഏത് സ്ഥലത്തുള്ള പ്രൊഡക്റ്റ് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ലോകം എന്ന് പറയുന്നത് ചുരുങ്ങി ഒറ്റ മാർക്കറ്റ് ആയിക്കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ വന്നു. അതേപോലെ തന്നെ അമേരിക്കൻ കമ്പനീസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്പനീസ്, ജർമ്മൻ കമ്പനീസ്, ഇസ്രായേലി കമ്പനീസ്, കാനഡ കമ്പനീസ്, ഇവരൊക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികൾ പോയിട്ട് പുറത്തു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം വന്നത് ഇതിലൂടെയാണ്, ഗ്ലോബലൈസേഷനിലൂടെ പല കൺട്രിയിലുള്ള പല കമ്പനികളും മറ്റു കൺട്രികളിൽ, തങ്ങളുടെ കൺട്രി അല്ലാത്ത, ഹോം കൺട്രി അല്ലാത്ത ഹോസ്റ്റ് കൺട്രികളിൽ പോയിട്ട് എന്ത് ചെയ്തു, വർക്ക് ചെയ്യൽ തുടങ്ങി. ഹോസ്റ്റ് കൺട്രിയിൽ പുറത്തുള്ള കൺട്രികളിൽ സാധനങ്ങൾ വിൽക്കൽ തുടങ്ങി. സോ അവരുടെ എല്ലാം മാർക്കറ്റ് എന്ത് ചെയ്തു, വികസിച്ചു. കമ്പനികളുടെ മാർക്കറ്റ് ഇന്ത്യയിലുള്ള, കേരളത്തിൽ ഇപ്പൊ ഞാനൊരു കമ്പനി തുടങ്ങിയാൽ ആദ്യം എന്റെ മാർക്കറ്റ് കേരളം മാത്രമാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷനോട് കൂടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ലോകം മുഴുവൻ എന്റെ മാർക്കറ്റ് ആക്കിയിട്ട് എനിക്ക് കൊണ്ട് നടക്കാം. എല്ലാ പ്രൊഡക്ഷനും കാര്യങ്ങളും അഡ്വർടൈസ്മെന്റും മാർക്കറ്റിംഗ് ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഒരു സെക്കൻഡ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിൽ വന്നിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസ്, നമ്മുടെ ഷിപ്പിങ്ങിലായാലും എയർ വഴിയായി കഴിഞ്ഞാലും റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയാലും, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഇന്റർനെറ്റ് വഴിയൊക്കെ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ വന്നിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ കാരണം ഇങ്ങനെ വന്നിട്ടുള്ള ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മൂലം നമ്മൾക്ക്, ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർക്ക് തന്റെ പ്രൊഡക്റ്റ് മറ്റ് കൺട്രികളിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗിന്റെ റിയാലിറ്റിയാണ്. 1990-ലാണ് ഇന്ത്യ ഈ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷനിലോട്ടൊക്കെ ഇന്ത്യ കടന്നു വരുന്നത്. 90 വരെ അതൊക്കെ ഇന്ത്യയിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. സോ ഒരു 25 വർഷം മുമ്പ് ഉള്ള ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതാണ് പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. 25 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, അതുപോലെയല്ല ഇന്നത്തെ മാർക്കറ്റ്. ഇന്നത്തെ പോലെ ആവില്ല 5 വർഷം കഴിഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടാവുക. സോ അതാണ് സെക്കൻഡ് മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്. തേർഡ് മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്നത്തെ ബിസിനസ് എൻവിയോൺമെന്റിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിക്കൊണ്ട് വന്നൊരു സംഭവമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കമ്പനികളുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി, എൻവിയോൺമെന്റിന്റെ വെൽഫെയർ, അതേപോലെ തന്നെ ആ രാജ്യത്തുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലുള്ള ജനങ്ങളുടെ വെൽഫെയർ, ഇതെല്ലാം ഇന്നത്തെ കമ്പനികളുടെ എന്താണ്, കമ്പനികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ, ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന കമ്പനികളിൽ കൺസ്യൂമേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നമുക്കൊരു ഉദാഹരണത്തിലൂടെ പോകാം. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഇന്ത്യയിൽ ഓക്സിജന് ഭയങ്കരമായിട്ടുള്ള ദൗർലഭ്യം അനുഭവപ്പെട്ട സമയത്ത്
ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഒരുപാട് ഹെൽപ്പ് ഇന്ത്യക്ക് എന്ത് ചെയ്തു കൊടുത്തു. ആ സമയത്ത് നമ്മുടെ എല്ലാം വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയും വാട്സപ്പിലൂടെ മെസ്സേജുകളിലൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചടന്നിരുന്ന സംഭവമാണ് ടാറ്റ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ടെങ്കിലും, എനിക്ക് തോന്നിയിട്ടുണ്ട്, മനസ്സുകൊണ്ടെങ്കിലും ടാറ്റയോട് എന്ത് ചെയ്ത് കുറച്ചൊരു ഇഷ്ടം തോന്നി. മറ്റ് ബ്രാൻഡുകൾ അപേക്ഷിച്ചിട്ട് ടാറ്റയോട് കുറച്ച് ഇഷ്ടം തോന്നി. അതെന്താണ്? അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത്. ഇപ്പൊ കോവിഡിന്റെ ഫസ്റ്റ് തരംഗം വരുന്ന സമയത്ത് ടാറ്റ വന്നിട്ട് നമ്മുടെ കാസർഗോഡ് വന്നിട്ട് കൊറോണക്കായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി പോയിട്ടുണ്ട്. അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന നിമിഷങ്ങളാണ്. ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും കല്യാണോ അല്ലെങ്കിൽ സൽക്കാരില്ല, കല്യാണോ കള്ളിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടെയുള്ള കടക്കാര്, ആ നാട്ടിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഇപ്പൊ കല്യാണത്തിന് ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടമായിട്ട് നടത്തുന്ന ഒരു പരിപാടി അതിന് സഹായിക്കുന്നു. ബുദ്ധിമുട്ടിലുള്ള ജനങ്ങളെ സഹായിക്കുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ. അതെല്ലാം അവർക്ക് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മൾ നാട്ടിലുള്ള കട, നമ്മൾ എന്തെങ്കിലും ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാളടുത്ത് ചെന്ന് ഒരു കടയിൽ ചെന്ന് അവരോട് ഇങ്ങനെ സംസാരിച്ചു, അവർ പൈസ തന്നു. വേറെ അതേ സാധനങ്ങൾ വിൽക്കുന്ന വേറെ കട, നമ്മൾ അവിടെ പോയി പൈസ തരില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ പോയിട്ട് പിന്നെ സാധനം വാങ്ങാം? നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മളെ സഹായിച്ചിട്ടുള്ള ആളെ എടുത്തിട്ട് പോയിട്ടാണ് വാങ്ങുക. സോ അയാൾ അവിടെ അയാളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതോടെ അയാൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ സെയിൽസ് കൂടുന്നുണ്ട്, അയാളുടെ പ്രോഫിറ്റും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും കൂടുന്നുണ്ട്. സോ അതാണ് ഒരു പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് കാണിക്കണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം? കാണിക്കണം. അവരുടെ പ്രാക്ടീസിൽ ഓർഗനൈസേഷൻ എന്ത് വേണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അതെന്ത് ചെയ്യും? ബ്രാൻഡ് ഇമേജും റെപ്യൂട്ടേഷനൊക്കെ എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ടാറ്റയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഒന്നും പ്രതികരിക്കാത്ത, അല്ലെങ്കിൽ ഒരു രൂപ പോലും ഇന്ത്യയുടെ ഇത്തരം ഒരു അവസ്ഥയിൽ സംഭാവന ചെയ്യാത്ത, അല്ലെങ്കിൽ കേരളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യാത്ത, ഇന്ത്യക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാത്ത, ഇന്ത്യക്കാർ ഓക്സിജൻ കിട്ടാതെ പടഞ്ഞു മരിക്കുന്ന സമയത്തും അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനൊന്നും വേണ്ടി ഹെൽപ്പ് ചെയ്യാത്ത ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നമ്മുടെ ഒരു ഇമേജ് എന്തായിരിക്കും? അവർ വെറും ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്തിനാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ സാധനം എന്തിനാണ് വാങ്ങിക്കുന്നത്? പകരം ടാറ്റയെ കുറിച്ച് നമ്മളുടെ ഒരു മനസ്സിലുള്ള കാര്യം എന്തായിരിക്കും? അവരിങ്ങനെ ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു. ടാറ്റ ഇപ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും ടാറ്റ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്. അത്രത്തോളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ടാറ്റയുടെ ചരിത്രം എടുത്ത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ടാറ്റ. സോ ഇങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അവരുടെ ബ്രാൻഡ് ഇമേജിനെയും അവരുടെ റെപ്യൂട്ടേഷനൊക്കെ അതെന്ത് ചെയ്യും? അത് എഫക്റ്റ് ചെയ്യും. അതിലൊരു ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ആൾക്കാർ കൂടുതലായിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കും. അത് സ്വാഭാവികമായിട്ടും അവരുടെ പ്രോഫിറ്റബിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിക്കൊണ്ട് ബാധിക്കും. അതായത് പ്രോഫിറ്റ് കൂടും, അതിലൊരു സംശയമില്ല. കാരണം ആൾക്കാർ വീണ്ടും അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലൊരു കടയിലുള്ള കാര്യം ആലോചിച്ചാൽ മതി. സോ അതാണ് മൂന്നാമത്തെ സോഷ്യൽ റിയാലിറ്റി ആയിക്കൊണ്ട് വരുന്നത്. സോഷ്യൽ റിയാലിറ്റി അല്ല, മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിക്കൊണ്ട് വരുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നു. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ ആണ്. ഡീറെഗുലേഷൻ. പല രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡീറെഗുലേഷൻ നടത്താറുണ്ട്. ഡീറെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെഗുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. അതിനാണ് ഡീറെഗുലേഷൻ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനും കോമ്പറ്റീഷൻ കൂടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഡീറെഗുലേഷൻസ് നടത്താറുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്ത് അങ്ങനെയുള്ള ഒരു ലിബറലൈസേഷൻ പോളിസി 1990 ഓൺവേർഡ്സിൽ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്, ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നത്? ഈ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1990കളുടെ ആരംഭത്തിൽ 91 മുതൽ ഇന്ത്യ അങ്ങനെയുള്ള ഒരു പോളിസി എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീറെഗുലൈസേഷൻ കൊണ്ടുവരുന്നത്. അതിന്റെ ശേഷമാണ് ഇന്ത്യയിലോട്ട് പുറത്തുനിന്നുള്ള
നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ, ഫോറിൻ കമ്പനീസ് ഒക്കെ വന്നിട്ട് ഇന്ത്യയുടെ മാർക്കറ്റ് ഒന്നും കൂടി നല്ല സ്റ്റിഫായിട്ടുള്ള കോമ്പറ്റീഷനും എല്ലാ കമ്പനികൾക്കും നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നത്. അതുവരെ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള കമ്പനികൾ, ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളായിരുന്നു. സോ അതിനുശേഷമാണ് ഇന്ത്യ ഇന്ന് കാണുന്ന തരത്തിലോട്ട് എന്ത് ചെയ്തത്, ഇന്ത്യ ഡെവലപ്ഡ് ആയത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡീറെഗുലേഷൻസ് എന്ത് ചെയ്യും, ആ രാജ്യത്ത് കോമ്പറ്റീഷൻ കൂട്ടും. സോ അതാണ് ഒരു പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകളുടെ ഈ ലിബറലൈസേഷൻ പോളിസികളും ഡീറെഗുലൈസേഷൻ മൂലമൊക്കെയാണ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ഇക്കോണമിക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% എന്താണ്, ഉറപ്പാണ്. സോ അതാണ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റിയിലെ ഫോർത്ത് റിയാലിറ്റി എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്, പ്രൈവറ്റൈസേഷൻ ആണ്. പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ രാജ്യത്തുള്ള പബ്ലിക് കമ്പനീസ്, ഗവൺമെന്റ് കമ്പനീസ്, പബ്ലിക് കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ഓണർഷിപ്പിലോട്ട്, മാനേജ്മെന്റിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ പബ്ലിക് കമ്പനികളുടെ എഫിഷ്യൻസിയേക്കാൾ കൂടുതലായിരിക്കും എല്ലായ്പ്പോഴും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഉള്ള പ്രൈവറ്റ് കമ്പനികളുടെ മാനേജ്മെന്റ്. സോ അതിനു വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളുടെയും എഫിഷ്യൻസി കൂട്ടാൻ, അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കാൻ, ഗവൺമെന്റ് കുറച്ചുകൂടി ഫണ്ട് കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റൈസ് ചെയ്യുന്നത്. സോ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ നാട്ടിലുള്ള പബ്ലിക് കമ്പനീസ് പ്രൈവറ്റ് ആക്കിക്കൊണ്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് 2 ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ചിലിയിലുള്ള CTC എന്ന് പറയുന്ന ടെലികോം കമ്പനി, ടെലിഫോണിക്ക CTC എന്ന് പറയുന്ന ചിലിയിലുള്ള കമ്പനിയും, അതേപോലെ തന്നെ ഇന്റർനാഷണൽ എയർലൈൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് എയർവേസ് എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടന്റെ അവരുടെ രാജ്യത്തിന്റെ ഉടമസ്ഥയിലുള്ളായിരുന്നു. അതെന്ത് ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. മുഴുവനായിട്ട് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് ഷെയർ ഇപ്പോഴും ഗവൺമെന്റിനുണ്ട്. എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പ്രൈവറ്റൈസേഷൻ അതാവുമ്പോൾ എന്താവും, അവരുടെ ആ പ്രൈവറ്റൈസ് ചെയ്യുന്ന കമ്പനി കുറച്ചുകൂടി എന്ത് ചെയ്യും, എഫിഷ്യന്റ് ആയിട്ട് മാറും. ഇന്ത്യയിലും ഇങ്ങനത്തെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേസ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി എടുക്കുന്ന സ്ഥാപനം ഇന്ത്യൻ റെയിൽവേസ് ആണ്. ആ റെയിൽവേസ് വരെ പാട്ടായിക്കൊണ്ട് ചെറുതാക്കിക്കൊണ്ട് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നടപടികളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. പ്രൈവറ്റ് ആൾക്കാർക്കും പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്ന പോലെ തരത്തിലുള്ള. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ KSEB, നമ്മുടെ ഇലക്ട്രിക് KSEB പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നടപടികൾ നടന്നുകൊണ്ട് വന്നിരുന്നു. അതൊരു പ്രൈവറ്റ് കമ്പനി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇങ്ങനെ ഇന്ത്യയിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റൈസേഷന്റെ പ്രോസസ്സ് ഇന്ത്യയിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനികളുടെ എന്ത് ചെയ്യാണ്, പ്രൈവറ്റ് ഓണർഷിപ്പിലോട്ട് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്, പ്രൈവറ്റ് മാനേജ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ അതാണ് പുതിയൊരു മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിട്ട് വരുന്നത്, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്, ഹൈ-ടെൻഡഡ് കോമ്പറ്റീഷൻ ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഭയങ്കര കോമ്പറ്റീഷനാണ്, സ്റ്റിഫായിട്ടുള്ള കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ്. സോ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓരോ കമ്പനിക്കും അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടുകയും ചെയ്യും, അവരുടെ പ്രോഫിറ്റിന്റെ മാർജിൻ കുറയുകയും ചെയ്യും. കാരണം രണ്ട് ബ്രാൻഡുകൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാൾക്കാർക്കും കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരും, അഡ്വർടൈസ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. കോസ്റ്റ് കുറച്ചുകൂടി കൂട്ടിയിട്ട് നല്ല ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴും പ്രോഫിറ്റ് അവർക്ക് കുറയാണ് ചെയ്യുക. അങ്ങനെ നല്ല കോമ്പറ്റീഷൻ ആണ് ഇപ്പോഴത്തെ ലോകത്തുള്ള എല്ലാ മാർക്കറ്റുകളിലും എന്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. നല്ല കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പല നല്ല ബ്രാൻഡുകളും കൂടുതൽ പ്രൊഡക്റ്റുകൾ, സൂപ്പർ ബ്രാൻഡുകളായിക്കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്തു, കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി, അവരുടെ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇനി അങ്ങോട്ട്
കോമ്പറ്റീഷൻ കൂടുക എന്നല്ലാതെ കുറയുന്ന ഒരു അവസ്ഥ വരില്ല. എപ്പോഴും കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും രണ്ട് കമ്പനികൾ തമ്മിൽ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ബ്രാൻഡുകൾ തമ്മിൽ ഉണ്ടാവുക. സോ അതാണ് ഒരു പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ഇനി ഒരു കമ്പനി അങ്ങോട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത്, മത്സരിക്കാനുള്ളത്. സോ അവിടെ എങ്ങനെ വിജയിക്കണം, അവിടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കമ്പനി എന്ത് ചെയ്യാൻ, കടന്ന് വരാൻ. സോ അതാണ് പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്, ഹൈറ്റ് എൻഡഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. 7th വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി കൺവേർജൻസ് ആണ്. ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത ഇൻഡസ്ട്രികൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി കൺവേർജൻസി എന്ന് പറയുന്നത്. രണ്ട് ഇൻഡസ്ട്രികൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി കൺവേർജൻസി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി കൺവേർജൻസ് പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റിയിലും ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ എന്ത് ചെയ്യും, കൊണ്ടുവരും. സോ നമ്മൾക്കൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആപ്പിള്, സോണി, സാംസങ് ഇവരൊക്കെ എന്താണ്, ഇലക്ട്രോണിക് ആണ്. ഇവരൊക്കെ ആദ്യം വന്ന് കമ്പ്യൂട്ടർ മേഖല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആപ്പിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, ആപ്പിളൊക്കെ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് എവിടേക്ക് എത്തി, കൺസ്യൂമർ ഇലക്ട്രോണിക് രംഗത്തോട്ട് കടന്നു. ആപ്പിൾ കമ്പ്യൂട്ടറും ഉണ്ട്, കൺസ്യൂമർ ഇലക്ട്രോണിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഐപാഡ്, ഐപോഡ്, നമ്മുടെ മൊബൈൽ ഫോൺസ്, എയർപോഡ്, അതേപോലെ ആപ്പിളിൻ്റെ മറ്റൊരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ. സോ ഇവർ ശരിക്കും ഒരു കമ്പ്യൂട്ടർ എന്നുള്ള നിലയിൽ നിന്ന് വന്നിട്ട് ഇപ്പം എന്ത് ചെയ്തു, കൺസ്യൂമർ പ്രൊഡക്റ്റുമായിട്ട് കൈകോർത്തു, രണ്ട് ഇൻഡസ്ട്രി. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനീസ് അത് എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പോൾ നിലവിൽ നല്ല മാർക്കറ്റിൽ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരാൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ അതെന്താണ്, ക്ഷീണം ചെയ്യും. കാരണം അവർ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ രണ്ട് ഇൻഡസ്ട്രികൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് റിയാലിറ്റീസിലും ഫ്യൂച്ചർ റിയാലിറ്റീസിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യും, കൊണ്ടുവരും. സോ അതാണ് 7th പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സ്റ്റോർ ബേസ്ഡ് സ്ഥാപനങ്ങൾ, അതായത് ഒരു ഫിസിക്കലായിട്ട് ഒരു സ്റ്റോറൊക്കെ ഇട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, ഈ കാറ്റലോഗ് ഹൗസസ്, അതേപോലെ തന്നെ ഡയറക്റ്റ് മെയിൽ ഫേംസ്, ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, നമ്മളിപ്പോ ഈ പെൺകുട്ടികളുടെ ചുരിദാർ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സ്, പെൺകുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സ്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട്. നമ്മുടെ മലപ്പുറം മഞ്ചേരി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. വാമി, ഓറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് പേരറിഞ്ഞൂടെ. പിന്നെയുള്ള പ്രീതി, കസവ് കേന്ദ്ര തുടങ്ങിയിട്ടുള്ള ഫാമിലി തുടങ്ങിയിട്ടുള്ള വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട് നമ്മുടെ ഗേൾസിന് ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും പെൺകുട്ടികളുടെ ഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർ. അവരെന്ത് ചെയ്യും, വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ പരിചയക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഇതിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും, എന്നിട്ട് ഏതെങ്കിലും വേണോ ചോദിക്കും, സ്റ്റോറി ഇടും, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ പറയും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജസ് ഉണ്ട്, ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഫുട് വെയേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നു. അതായത് ശരിക്കുള്ള ഒരു ഫിസിക്കൽ സ്റ്റോർ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം ചെയ്യുന്ന കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിലൂടെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവരും എന്താണ്, അവരും സെയിൽ നടത്തുന്ന ആൾക്കാരാണ്, അവരും സെല്ലേഴ്സ് ആണ്. ഈ ഫിസിക്കൽ സ്റ്റോർ ഇട്ടിട്ടുള്ള ആൾക്കാരും എന്താണ്, സെല്ലേഴ്സ് ആണ്. ഈ ഫിസിക്കൽ സ്റ്റോറൊക്കെ ഇട്ടിട്ടുള്ള റീറ്റെയിലേഴ്സിന്, സ്റ്റോറുള്ള റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ ഇ കോമേഴ്സ്, ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഡെക്കാത്തലോണിൽ നിന്നും മാക്സിൽ നിന്നും അജിയോയിൽ നിന്നും ടാറ്റ ക്ലിക്കിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട് നമ്മുടെ നാട്ടില് സാധാ കച്ചവടക്കാർക്ക്, ഡ്രസ് ഷോപ്പുകാർക്കായിക്കോട്ടെ. നമ്മൾക്കറിയാം, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആമസോണിൽ കയറിയിട്ട് നമ്മളൊരു ബേസിക്സിന്റെ ഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 1300 1400 രൂപക്ക് ഷർട്ട് കിട്ടും. നേരെ മറിച്ച് ഞാനിവിടെ മഞ്ചേരി പോയിട്ട് നമ്മളെ IGBT ബസ് സ്റ്റാൻഡ് റോഡിൽ പോയിട്ട് ബേസിക്സിന്റെ ഔട്ട്ലെറ്റ് പോയിട്ട് ഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമം 180-99 റുപ്പീസോ 1899 രൂപ എനിക്ക് മിനിമം.
അവരുടെ നല്ല സാധനം എടുക്കാൻ 1500 സാധനം ഉണ്ട്, അതല്ലാതെ 1899 അതെനിക്ക് ഇവിടുന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 1300 1200 രൂപ കിട്ടും. ഒറിജിനൽ ആണോ അല്ല എന്നുള്ള വേറെ വിഷയം. സോ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഫ്ലിപ്കാർട്ടിനെ ഓപ്റ്റ് ചെയ്യും. കാരണം 600 രൂപയുടെ മാറ്റമുണ്ട്. നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാം, നമ്മുടെ വീട്ടിൽ സാധനം വരും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റെയിൽ സ്റ്റോറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. സോ അവരെന്ത് ചെയ്തു, റീറ്റെയിൽ സ്റ്റോറുകൾ ഇതിനെതിരെ എന്താ ചെയ്തത്, അവർ പല ആൾക്കാരും ചെയ്തത് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സാധനം എടുക്കുക എന്നുള്ളതിന്റെ പുറത്ത് അവരതിനൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് പല ആൾക്കാരും ചെയ്തത്. അതായത് കോഫി ഷോപ്പുകൾ, ഉള്ളിൽ കോഫി ഷോപ്പുകൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ മറ്റ് പെർഫോമൻസുകൾ, കൺസേർട്ടുകൾ, ചില ആൾക്കാർ മ്യൂസിക്, അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കുകൾ ഷോപ്പിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ് ഇവർ ഇതിനെതിരെ എന്ത് ചെയ്തത്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ നമ്മുടെ റീറ്റെയിലേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ വലിയൊരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഒന്നും വേണ്ട, നമ്മൾ മലപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ എയർലൈൻസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ AC യുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തുണ്ട്, സൗകര്യമുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം, അതൊരു കട്ട് റോഡ് കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് കൺസ്യൂമേഴ്സിനെ പിടിച്ചു വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഒരു കമ്പനിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ അവർ കോഫി ഷോപ്പ് തുറന്നു വെച്ചിട്ട് അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഒന്നും അതിൽ നിന്ന് കിട്ടൂല. അവരൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവിടെ നിർത്തി അവർ നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അവിടുന്ന് ഒരുപാട് പ്രോഫിറ്റ് ഒന്നും കിട്ടൂല. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ്, കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യണം, നമ്മുടെ ഷോപ്പിൽ തന്നെ പിടിച്ചു നിർത്തണം. സോ ഇങ്ങനെയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടുന്നത് എന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ വരും. പല മാളുകളിലും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്താനുള്ള ഉദ്ദേശം അതാണ്. നല്ല നല്ല ആർട്ടിസ്റ്റുകളെ കൊടുത്തിട്ട് മ്യൂസിക് കൺസേർട്സ് ഒക്കെ നടത്താനുള്ള ഉദ്ദേശം അതാണ്. കൺസ്യൂമേഴ്സിനെ അങ്ങോട്ട് ആകർഷിക്കണം, എന്നാലേ അവർ അവിടെ വന്നിട്ട് സാധനം വാങ്ങിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇ-കൊമേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ മെയിലിലോട്ട് ഡയറക്റ്റ് മെയിലായിട്ട് പ്രൊഡക്റ്റിനെ കാറ്റലോഗ് വന്നിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ ഒക്കെ സെയിൽ നടത്തുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആൾക്കാർ പോകും സ്വാഭാവികമായിട്ടും. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് റീറ്റെയിലേഴ്സിന്റെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 9th റിയാലിറ്റി എന്ന് പറയുന്നത് ഡിസ്ഇന്റർമീഡിയേഷൻ ആണ്. ഇന്റർമീഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ഞാനും പ്രൊഡ്യൂസറും തമ്മിൽ, ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാൻഡ്, ഇപ്പം ഞാൻ അഡിഡാസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബൂട്ട് എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബൂട്ട് വാങ്ങിക്കണം. സാധനം ശരിക്കും വിൽക്കുന്ന ആരാണ്, അഡിഡാസ് എന്ന് പറയുന്ന കമ്പനിയാണ്, വാങ്ങുന്നത് ഞാനാണ്. പക്ഷെ എൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഇന്റർമീഡിയറീസ് ഉണ്ട്. ആ ഇന്റർമീഡിയറീസിനെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇന്റർമീഡിയറീസിനെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയും. ഏർലി സ്റ്റേജിലുള്ള ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ സക്സസ്, അതായത് ആമസോൺ, യാഹു, ഈബേ, ഇ-ട്രേഡ് എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ സക്സസ്ഫുള്ളോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു, അവര് ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചർ വളർത്തിയെടുത്തു ഈ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് കോസ്റ്റും കുറയ്ക്കാൻ കഴിയുന്നത്. കാരണം അവർ കമ്പനിയുടെ അടുത്ത് നിന്ന് നേരിട്ട് എടുക്കുന്നത് നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അവരുടെ ഏജന്റുമാർ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ടാണ് അവർക്ക് അവിടെ കോസ്റ്റും എന്ത് ചെയ്യാൻ കഴിയുന്നത്, കുറക്കാൻ കഴിയുന്നത്. സോ ഇങ്ങനെയുള്ള ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളാണ് ശരിക്കും ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അവര് ശരിക്കുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത് ഏതൊക്കെ വിധത്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉള്ളത് എന്നെല്ലാം നമ്മൾക്ക് പഠിക്കാനുണ്ട്. 5th ചാപ്റ്ററിൽ ഡെലിവറിങ് വാല്യൂ എന്ന് പറയുന്നതിൽ പഠിക്കാനുണ്ട്. ഷഫീഖ് സാർ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇങ്ങനെയുള്ള ട്രഡീഷണൽ വഴിയിലൂടെയുള്ള ഈ ഗുഡ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ കൊമേഴ്സ് സ്ഥാപനങ്ങൾ ഒഴിവാക്കി, അവർ ഡിസ്ഇന്റർമീഡിയേഷൻ ഒഴിവാക്കി. സോ അതിന് പകരമായിട്ട് ട്രഡീഷണൽ കമ്പനികളും എന്ത് ചെയ്തു, ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് അവരും കടന്നു. അവര് സ്വന്തമായിട്ടുള്ള ഔട്ട്ലെറ്റ്സ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അവർ സെയിൽ നടത്താൻ തുടങ്ങി. അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് ആൾക്കാർ അവരും എന്ത് ചെയ്ത് ഒഴിവാക്കി. സോ അതും മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു പുതിയ റിയാലിറ്റിയാണ് ഡിസ്ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി 10th എന്ന് പറയുന്നത് കൺസ്യൂമർ ബൈയിങ് പവർ ആണ്. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ കടന്നുവരവോട് കൂടിയിട്ട്
നമ്മൾക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. നല്ല സ്റ്റിഫായിട്ടുള്ള ലോക്ക്ഡൗൺ, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്. നമ്മൾക്ക് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ടൈം ഉണ്ട്. അതും ഇപ്പൊ ഗവൺമെന്റ് തുറക്കാൻ പറയുന്ന ഒരു സാധനങ്ങൾ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഫുട്വെയർ ആയിക്കോട്ടെ, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, മറ്റ് സ്റ്റേഷനറി ആയിക്കോട്ടെ, എന്തും നമ്മൾക്ക് 24/7 നമ്മൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. രാത്രി 12 മണിക്ക് നമ്മൾക്ക് സാധനം വാങ്ങിക്കാം, രാവിലെ 10 മണിക്ക് വാങ്ങിക്കാം. സോ നമ്മുടെ ഈ കൊമേഴ്സ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് പവർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് പവർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. കാരണം കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുക, അവരുടെ ഓഫീസിൽ ഇരുന്നിട്ടോ കോളേജിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കമ്പനി അടിച്ച് ചില്ലടിച്ചിരിക്കുന്ന സമയത്തോ വീട്ടിലിരിക്കുന്ന സമയത്തോ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റുകൾ, അവയുടെ പ്രൈസ്, അവയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, നമ്മൾക്ക് പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾക്ക് പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്യുക, നമ്മൾക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റുകൾ വാങ്ങുക. എപ്പോൾ 24 മണിക്കൂറും ഒറ്റ ദിവസമെങ്കിലും ഓഫ് ഉണ്ടോ? ഞായറാഴ്ച ഇ കൊമേഴ്സ് ഓഫ് ഉണ്ടോ? ഇല്ല. എല്ലാ ദിവസവും നമ്മൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും എല്ലാ സമയത്ത് ഏത് സമയത്ത് കാണുന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക, അവ കമ്പയർ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ അഡിഡാസിന്റെ ഒരു ബൂട്ട് എനിക്ക് വാങ്ങിക്കണം. സോ എനിക്ക് അഡിഡാസിന്റെ ബൂട്ടും നൈക്കിയുടെ ബൂട്ടും എനിക്ക് പ്യൂമയുടെ ബൂട്ടും, മേജർ ആയിട്ടുള്ള 3 കമ്പനീസ്, അവരുടെ 3 ബൂട്ട്സും എനിക്ക് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് അതിന്റെ ഇൻഫോർമേഷൻസ് നോക്കിയിട്ട്, അതിന്റെ സ്പെക്ക് നോക്കിയിട്ട്, അതിന്റെ പ്രൈസ് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എന്റെ പർച്ചേസിങ് ഡിസിഷൻ എനിക്ക് എടുക്കാം. സോ ഇത് കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് പവർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ പ്രൈസ് സേവിങ്സും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഷോപ്പുകളിലുള്ള ഓഫർ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ടൈമിന് മാത്രമായിരിക്കും. പക്ഷെ നമുക്കറിയാം, ഇ കൊമേഴ്സിൽ, ഓൺലൈനിൽ എല്ലായ്പ്പോഴും എന്തുണ്ട്, ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് ഇല്ലാത്തൊരു പീരീഡ് നമ്മൾക്ക് ഇ കൊമേഴ്സിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകളും ചെറിയ വിലക്ക് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഏത് സമയത്തും വാങ്ങിക്കുക എന്നുള്ളത് കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് പവറിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് പുതിയ ഒരു മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ഇനി 11th വൺ എന്ന് പറയുന്നത് കൺസ്യൂമർ ഇൻഫോർമേഷൻ ആണ്. കൺസ്യൂമർ ഇൻഫോർമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് കൺസ്യൂമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻ, പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പെട്ടെന്ന് എവിടുന്ന്, ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് പെട്ടെന്ന് ലഭിക്കും. അതായത് നമ്മൾ എൻസൈക്ലോപീഡിയാസ്, ഡിക്ഷണറീസ്, മെഡിക്കൽ ഇൻഫോർമേഷൻസ്, മൂവി റൈറ്റിംഗ്സ്, കസ്റ്റമർ റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പേഴ്സ്, അതേപോലെ തന്നെ ഏത് ഭാഷയിലും നമ്മൾക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ ക്ലിക്ക് ലഭിക്കും. നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മളൊരു പടത്തിന് പോകുമ്പോൾ, മൂവിക്ക് പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ റൈറ്റിംഗ് നോക്കും, ഇന്റർനെറ്റ് എടുക്കും, റൈറ്റിംഗ് നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എടുത്തിട്ട് അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, മൂവിയെ കുറിച്ച് പറയാനുള്ള ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ നോക്കും, നല്ല പടമാണോ, എന്താണ് അവസ്ഥ, റേറ്റിംഗ് എത്ര ഉണ്ട്, എന്നിട്ടാണ് ഞാൻ ആ മൂവിക്ക് പോകണോ വേണ്ട തീരുമാനിക്കുക. എൻ്റെ ഫേവറേറ്റ് ആക്ടറുടെ മൂവിയെ കുറിച്ചല്ല പറയുന്നത്. ഫേവറേറ്റ് ആക്ടറുടെ മൂവി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോകും. ഇതുവരെ പോയിട്ടുണ്ട്, എന്തായാലും പോകും. അതിൽ റൈറ്റിംഗ് എത്ര മോശമാണോ അല്ല എന്നുള്ളതൊന്നല്ല. അല്ലാത്ത ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ ഇറങ്ങുമ്പോൾ നല്ല മൂവി ആണെങ്കിലേ പോകാറുള്ളൂ. അല്ലാതെ എല്ലാ മൂവിക്കും ഞാൻ പോകാറില്ല. നല്ല മൂവീസ് ആണെന്നുള്ള ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞിട്ട് നല്ല മൂവി ആണെന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്കൊരു മെഡിസിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് ഇത് എന്തിനുള്ളതാണെന്ന് അറിയുകയും, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അത് ന്യൂമോണിയ രോഗികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നായിരുന്നു. അതായത് ബ്ലഡ് കോട്ട് ചെയ്യാതിരിക്കാൻ, കട്ട പിടിക്കാതിരിക്കാൻ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറുണ്ട്, അവളോട് ചോദിച്ചു ഇത് എന്തിനുള്ളതാണ്. അപ്പോൾ അവള് പറഞ്ഞു, ഇത് കോവിഡ് രോഗികൾക്ക്, കൊറോണ വന്നിട്ടുള്ള ആൾക്കാർക്ക് ന്യൂമോണിയ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ഈ മരുന്ന് പെട്ടെന്ന് കൊടുക്കും. അത് എന്തൊരു പറയാൻ ബുദ്ധിമുട്ടുള്ള പേരാണ്, എനിക്ക് അതുകൊണ്ട് ഓർമ്മയില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിന് അമ്മക്ക് ന്യൂമോണിയ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, അമ്മക്ക് കോവിഡ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ടെസ്റ്റ് റിസൾട്ട് വന്ന് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ നമ്മൾക്ക് എന്തിനെ കുറിച്ചും, മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്റർനെറ്റിൽ തിരയും, ആ മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കും. എന്നിട്ട് അതിനോട് ഒരുമിച്ചുള്ള ആ പ്രൈസ് റേഞ്ചിലുള്ള മറ്റു മൊബൈൽ ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ നോക്കും. എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്.
നമ്മളങ്ങനെ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും, ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ്, നമ്മൾ സ്പെക്സ് നോക്കും, ഇന്റർനെറ്റിൽ ആദ്യം നോക്കും. അല്ലാതെ നമ്മൾ നേരെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ആ ലാപ്പ് വേണം, എന്താ പൈസ ഇതിന് കിട്ടുന്നത് തരീന്ന് നമ്മൾ പറയില്ല. നമ്മൾ സ്പെക്സ് നോക്കും, നമ്മൾ വേറെ ആളോട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ തേടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. സോ കൺസ്യൂമേഴ്സിന് എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് വന്നിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ മൊബൈൽ ജിയോ വന്നതിന് ശേഷം ഇന്ത്യക്കാർക്ക് ഭയങ്കര ചീപ്പാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും ചെറിയ പൈസ മതി. സോ അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. സോ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനും നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നൊടിയിടയിൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. സോ അതാണ് 11ാമത്തെ മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിട്ട് വരുന്നത്. സോ കൺസ്യൂമേഴ്സിന് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ കമ്പനികൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം നന്നാക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വാങ്ങിക്കുള്ളൂ. ഇല്ലെങ്കിൽ വാങ്ങിക്കൂല. കാരണം നമ്മൾക്ക് ആ സെയിം പ്രൈസിൽ വേറെ നല്ല പ്രൊഡക്റ്റ് കിട്ടാണ്ട്. എനിക്ക് 2000 രൂപ കൊടുത്താൽ അഡിഡാസിന്റെ ബൂട്ട് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ 1900 രൂപ കൊടുത്തിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡിന്റെ ബൂട്ട് ഞാൻ വാങ്ങിക്കൂല. കാരണം എനിക്ക് ക്വാളിറ്റി അവിടെ 100 രൂപ കൂടുതൽ കൊടുത്താൽ നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കിട്ടാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന്റെ ഇൻഫർമേഷൻ, കൺസ്യൂമേഴ്സിന് എന്താണ്, എല്ലാ സമയത്തും ഏത് പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് 11ാമത്തെ മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിക്കൊണ്ട് വരുന്നത്. ഇനി 12ാമത്തെ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ ഇതുപോലുള്ള സൈറ്റുകളിൽ സമാന ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മൂവികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും, ബൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും, കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ബൈക്ക് റിപ്പയർ ചെയ്യണം. സോ ഞാൻ ആ മാർക്കറ്റിങ്ങില് ആ ഒരു ബൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂട്ടായ്മയിൽ ചോദിക്കുകയാണ്, വാട്സപ്പിൽ അതിന്റെ ഗ്രൂപ്പിൽ ചോദിക്കുകയാണ്, ബൈക്കിന് ഇങ്ങനെ സംഭവിച്ചു, എവിടെയാണ് നല്ലത്, ഏതാണ് നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ സെൽഫ് മോട്ടോർ പോയിട്ടുണ്ട്, ഏതാണ് നല്ല പ്രൊഡക്റ്റ്. അപ്പൊ തന്നെ എനിക്ക് ആൻസർ കിട്ടും. സ്വാഭാവികമായിട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കിട്ടി, ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഇനി മൊബൈൽ ഫോൺസിനുമായിട്ട് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിൽ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഫേസ്ബുക്കിൽ iOS കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ്രോയിഡുകാർക്ക് ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഏതാണ് നല്ല പ്രൊഡക്റ്റുകൾ കിട്ടാനുള്ളത് നോക്കുക. സോ ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ എന്തുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. സോ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിന് അവിടുന്ന് പെട്ടെന്ന് എന്ത് കിട്ടുന്നുണ്ട്, ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയെല്ലാം കൺസ്യൂമേഴ്സിന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ കമ്പനികൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സോ അതാണ് 12ാമത്തെ മാർക്കറ്റിംഗ് റിയാലിറ്റി ആയിട്ട് വരുന്നത്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. ഇനി 13ാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ റെസിസ്റ്റൻസ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. കൺസ്യൂമേഴ്സിന് എന്താണ്, ഇപ്പോൾ പ്രൊഡക്റ്റുകൾ തമ്മിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഫീൽ ചെയ്യുന്നത്. അതായത് രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണ് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രൈസ് കുറഞ്ഞിട്ടുള്ള നല്ല ക്വാളിറ്റി കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് വാങ്ങിക്കുക. അല്ലാതെ അവരവിടെ ബ്രാൻഡ് ലോയൽറ്റി കാണിക്കില്ല. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരേ ബ്രാൻഡിനോട്, സെയിം ബ്രാൻഡിനോട് എന്ത് ചെയ്യുക, ഒരുപാട് കാലം അത് യൂസ് ചെയ്യുന്നതാണ് ബ്രാൻഡ് ലോയൽറ്റി. ഇപ്പോഴത്തെ കാലത്ത് കൺസ്യൂമേഴ്സിന് തോന്നുന്നത് എന്താണ്, പ്രൊഡക്റ്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, പിന്നെ എന്തിനാ അവിടെ ബ്രാൻഡ് ലോയൽറ്റി കാണിക്കണം, നമ്മൾക്ക് അവിടെ പ്രൈസ് കുറഞ്ഞിട്ട് ഏതാ കിട്ടുന്നത് അത് യൂസ് ചെയ്താൽ പോരെ, കാരണം പ്രൊഡക്റ്റ് ഏകദേശം സെയിം ആണ്. സോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗിന്റെ അവസ്ഥ. സോ അതാണ് കൺസ്യൂമർ റെസിസ്റ്റൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോ തോന്നാണ് നൈക്കിയുടെ ബൂട്ടും അഡിഡാസിന്റെ ബൂട്ടും, ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ നൈക്കിയുടെ ഗ്ലൗസും, ഗോൾ കീപ്പറുടെ നൈക്കിയുടെ ഗ്ലൗസും അഡിഡാസിന്റെ ഗ്ലൗസും സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാലമായിട്ട് അഡിഡാസിന്റെ ഗ്ലൗസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നൈക്കിയുടെ ഗ്ലൗസിനേക്കാളും ഒരു 500 റുപ്പീസ് കൂടുതലാണ്, 500 രൂപ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും രണ്ടും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 500 രൂപ വെറുതെ അവിടെ കൂടുതൽ കൊടുത്തുകൊണ്ട് ബ്രാൻഡ് ലോയൽറ്റി കാണിക്കുമോ, ഇല്ല. അവിടെ ഞാൻ നൈക്കിയുടെ ഗ്ലൗസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യും. സോ അവിടെ അങ്ങനെ ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
അവരെന്താണ് റെസിസ്റ്റൻസ്, കൺസ്യൂമർ റെസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. അതാണ് പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി. സോ സ്വാഭാവികമായിട്ടും ബ്രാൻഡ് ലോയൽറ്റി പ്രതീക്ഷിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് നിന്നിട്ട് കാര്യമില്ല. അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടുക, അതേപോലെ തന്നെ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, റീറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. സോ അതാണ് 13th പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് ആണ്. സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ ഒക്കെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ്. അതായത് കുറച്ചുകൂടി എന്തിനു കൊടുക്കുക, നമ്മുടെ പ്ലാനറ്റിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റിന് കുറച്ചുകൂടി എന്ത് കൊടുക്കുക, കുറച്ചുകൂടി എൻവിയോൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിനെ കൂടി ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുക, നടത്തുക. എൻവിയോൺമെന്റിന് അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നതല്ലാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് നടത്തുക എന്നുള്ളതാണ് ഈ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ 4P എന്നാണ് നമ്മൾ പറയുക. ട്രഡീഷണൽ മാർക്കറ്റിംഗിനെ 4P എന്നാണ് നമ്മൾ എന്ത് പറയാറുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഇതാണ് ശരിക്കും നമ്മൾ ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബുക്കിൽ പഠിക്കുന്നത്. ഈ 4P കുറിച്ചാണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇങ്ങനെ 4P ആണ് ശരിക്കും ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഉള്ളത്. പക്ഷെ ഈ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗിൽ ഒരു പുതിയ 3P കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇങ്ങനെയുള്ള 3P കൂടി ഈ ഒരു സസ്റ്റൈനബിൾ മാർക്കറ്റിംഗിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതായത് ആ പ്രൊഡക്റ്റ്, അതിന്റെ പ്രൈസ്, അതേപോലെ പ്ലേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്, പ്രൊമോഷൻ. ഇതിന് മാത്രമായിരുന്നു എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ആൾക്കാർക്ക് നമ്മളൊരു മുൻഗണന കൊടുക്കുന്നില്ല, പ്രകൃതി കൊടുക്കുന്നില്ല. പക്ഷെ പുതിയ ഈ സസ്റ്റൈനബിൾ മാർക്കറ്റിംഗിൽ നമ്മൾ ഇതിന്റെ കൂടെ, ഈ 4Pയുടെ കൂടെ നമ്മൾ പീപ്പിൾ, അതായത് കൺസ്യൂമേഴ്സ്, അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്ലാനറ്റ്, നമ്മുടെ ഭൂമിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ അതാണ് പുതിയ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആയിക്കൊണ്ട് നമ്മൾക്ക് പഠിക്കാൻ ഉള്ളത്. സോ ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള മാർക്കറ്റിംഗ്, അതായത് പഴയ പോലെയല്ല പുതിയുള്ള മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് എന്നാണ് നമ്മൾ ഈ ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസിൽ പഠിക്കുന്നത്. നമ്മൾ 13 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡീറെഗുലേഷൻ, ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ, സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഹൈറ്റൻഡ് കോമ്പറ്റീഷൻ, സെവൻത്ത് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി കൺവേർജൻസ്, എയ്ത്ത് വൺ എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ, നയൻത്ത് വൺ ഡിസ്ഇന്റർമീഡിയേഷൻ, 10th വൺ കൺസ്യൂമർ ബൈയിങ് പവർ, 11th വൺ കൺസ്യൂമർ ഇൻഫർമേഷൻ, 12th വൺ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, 13th വൺ കൺസ്യൂമർ റെസിസ്റ്റൻസ് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ്. സോ ഇങ്ങനെയുള്ള 14 മാർക്കറ്റിംഗ് റിയാലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾക്ക് നെക്സ്റ്റ് ആയിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.